ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സ്കൂളിൽ പോകാനുള്ള തിരക്കിലാട്ടോ. ഇന്ന് രാവിലെ മക്കളെ മദ്രസയൊക്കെ കൊണ്ടാക്കണതിൻ്റെ ഇടയിൽ വണ്ടി സ്റ്റാർട്ടാവണില്ല. എന്നിട്ട് കുറേ നേരം അതുമ്മ നിന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടായി. അതിനുശേഷം അവരെ കൊണ്ടാക്കി വന്നിട്ട് ഒരു 7:30 7:45 വിളിക്കാൻ വേണ്ടി പോകാമെന്ന് ഒട്ടും സ്റ്റാർട്ടാവണില്ല. അപ്പോൾ ഞാൻ നടന്ന് തന്നെ പോയി വിളിച്ചു. അപ്പോൾ ഇത്തിരി നേരം വൈകി വരാൻ, കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് മദ്രസയുടെ അവിടേക്ക്. അപ്പോൾ മക്കളെ പോയി കൊണ്ടുവന്നു. അപ്പോഴത്തേനും വേഗം കുളിയൊക്കെ കഴിഞ്ഞു. ഐശുട്ടി പിന്നെ വേഗം നേരത്തെ കുളിക്കും കേട്ടോ, മദ്രസയിൽ പോകണില്ല. അപ്പോൾ അത് കാരണം എണീറ്റ് അപ്പം തന്നെ വേഗം കുളിച്ചിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാം. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്ത് വെള്ളമൊക്കെ ആക്കി വെച്ചു മക്കൾക്കുള്ളത്. ഇന്ന് ചോറും മുതിരപ്പേരിയായിരുന്നു. മോനക്ക് ഈ പയർ, പരിപ്പ്, കടല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് അങ്ങനത്തെ ഒക്കെ തന്നെ അധികം കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഐശുട്ടിയുടെ മുടി കെട്ടാൻ റെഡി ആയിരിക്കണം. അപ്പോൾ എന്നോട് പറയണം, ഉമ്മച്ചി എനിക്ക് കഥ പറഞ്ഞാന്നും പറഞ്ഞിട്ടാണ്. ഉമ്മച്ചി പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയായിരുന്നു, ഉമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ട് ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. എല്ലാവരും കൂടെ 10-13 പേരുണ്ടായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ. ഭക്ഷണം കഴിക്കാനായാലും സംസാരിക്കാനായാലും എല്ലാത്തിനും, ഭക്ഷണം ഉണ്ടാക്കാനായാലും ഒക്കെ. ആ കാലമൊന്നും ഇനി വരില്ലല്ലോ. ഇപ്പം എല്ലാ കുടുംബത്തിലും അച്ഛൻ, അമ്മ, മക്കൾ, അതിൽ കൂടുതൽ ആൾക്കാരില്ലല്ലോ. അപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഐശുക്കുട്ടി ചോദിക്കണം, ഇങ്ങനെയായിരുന്നു ഉമ്മച്ചിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റിബൺ ഉണ്ടാവില്ല കേട്ടോ. റിബൺ എന്നും കളഞ്ഞിട്ടാണ് വരിക. എന്നിട്ട് വേറെ ഏതെങ്കിലും കുട്ടികളുടെ റിബണൊക്കെ എടുത്തിട്ടാണ് വരിക. പിന്നെ ഐശുക്കുട്ടിക്ക് ഐഡൻറ്റി കാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഉമ്മച്ചിയെ എൻ്റെ പേരതിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഉമ്മച്ചി പണ്ടെങ്ങനെ സ്കൂളിൽ പോയിരുന്നത്, ആരാ റെഡിയാക്കി തന്നിരുന്നത്. എന്നൊക്കെ 10 വരെയൊക്കെ എൻ്റെ വല്യമ്മ തന്നെയാണ് കേട്ടോ. എൻ്റെ മുടി കെട്ടിത്തരലും എല്ലാം ചെയ്തുതരും. നമുക്കിപ്പോൾ നാണക്കേടാ പറയാൻ. പക്ഷെ എനിക്കങ്ങനെ ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയൊക്കെ കുളിപ്പിച്ച് തരും, മുടി കെട്ടിത്തരുന്നതും. പിന്നെ രാത്രി എല്ലാവരും വൈകിട്ട് കിടക്കാൻ നേരത്ത് മുടിയൊക്കെ മെടഞ്ഞൊക്കെ ഇട്ട് തരും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ നമ്മൾ മുടി കെട്ടാം. വീട്ടിൽ കാരണന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ വീടിനൊരു ഐശ്വര്യം തന്നെയല്ലേ. അതെപ്പോഴും അങ്ങനെ തന്നെ, എന്നും അതൊന്നും മാറുമൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പ്രായമുള്ളവരെന്തെങ്കിലും കുട്ടികളോട് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ദേഷ്യം വരും, അങ്ങനെയല്ലേ. അപ്പം നമ്മൾ മക്കളോട് നമുക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒഴിവ് സമയങ്ങളിൽ. അതിൻ്റെ ഇടയിൽ ഉമ്മുക്കുട്ടിയും റെഡിയായി. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. വണ്ടി കുറേ നേരം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയും വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.